ട്രംപിന്റെ മധ്യസ്ഥ ചർച്ച പൊളിച്ചടുക്കി നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനോട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതോടെ കട്ടക്കലിപ്പിലായി ട്രംപ്. ഒടുവിൽ ട്രാപ്പിലാക്കാൻ ട്രംപിന്റെ അവസാന കെണിയും മോദി പൊളിച്ചു. കാനഡയിൽ നിന്ന് മടങ്ങുമ്പോൾ അമേരിക്ക വഴിയൊന്ന് വരണമെന്നായിരുന്നു ട്രംപിന്റെ ക്ഷണം. പക്ഷേ അത് മുളയിലെ തന്നെ മോദി നുള്ളി. ഇതോടുകൂടി മുനീറിന് ഗംഭീര സ്വീകരണമൊരുക്കി. ഇതോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞത് ഇറാനുമായ ഒരു യുദ്ധമുണ്ടായ പാകിസ്ഥാന്റെ വ്യോമത്താവളം അമേരിക്ക ഉപയോഗിക്കാനുള്ള എല്ലാ ഉറപ്പുകളും മുനീറിൽ നിന്നും ട്രംപ് നേടിയെടുത്തു എന്നാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില മാധ്യമങ്ങൾ പറഞ്ഞത് ട്രംപ് തന്റെ സ്വകാര്യ ബിസിനസ് സംരംഭങ്ങളുടെ ഒരു അടിത്തറ പാകലായിരുന്നു ഈ ഒരു അത്താഴ വിരുന്നെന്നാണ്. ഏതായാലും മുനീർ വന്നപ്പോൾ തന്നെ ഇമ്രാൻഖാന്റെ, അതായത് അടുത്ത ഭരണം പിടിക്കാൻ പാകിസ്ഥാനിൽ കാത്തിരിക്കുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിക്കാർ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു. ഇപ്പോൾ ആ പ്രതിഷേധം പാകിസ്ഥാനിലേക്കും വ്യാപിക്കുകയാണ്. അവർ പറയുന്നത് മുനീർ രാജ്യത്തെ അമേരിക്കയ്ക്ക് അടിയറ വെച്ചു എന്നാണ്. ഏതായാലും ഈ അപകടം മണത്തറിഞ്ഞ മുനീർ അമേരിക്കയിൽ നിന്നും മടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാനികളായ പ്രവാസികളുടെ ഒരു യോഗത്തിൽ പറഞ്ഞത് പാകിസ്ഥാൻ എന്നും ഇറാന്റെ ഒപ്പമാണ്, പാകിസ്ഥാന്റെ മണ്ണ് ഇറാനെതിരെ ഉപയോഗിക്കില്ല എന്നുകൂടിയാണ്. ഇതോടുകൂടി ട്രംപിന്റെ ആ ഒരു ട്രിപ്പീസ് കളിക്ക് സമാപനമായി എന്നാണ്. ഏതായാലും പാക് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. പാകിസ്ഥാന്റെ പ്രമുഖ മാധ്യമമായ ഡോൺ പറയുന്നത് മുനീറിന്റെ നയതന്ത്ര വിജയമാണ്. G7 ഉച്ചകോടി പോലും വെട്ടിച്ചുരുക്കി മുനീറിനെ കാണാൻ ട്രംപ് എത്തി എന്നതാണ്. ഏതായാലും ട്രംപ് ആളാകാൻ വേണ്ടി നോക്കിയ ഒന്ന് ഇപ്പോൾ പാളിയോ എന്നൊരു ചെറിയ സംശയം. ഏതായാലും മോദിയോടുള്ള കട്ടക്കലിപ്പിൽ ഇറങ്ങിപ്പുറപ്പെട്ട ട്രംപിനെ സംബന്ധിച്ച് പാക് ജനതയുടെ ഒരു വിഭാഗത്തിൻ്റെങ്കിലും എതിർപ്പിനത് കാരണമായിട്ടുണ്ട്. മുനീറിനെ സംശയമുനയിൽ നിർത്തുവാനും അത് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.